ഇന്നത്തെ നമ്മുടെ വിശേഷത്തിൽ എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഞായറാഴ്ചയായിട്ട് കണ്ടിട്ട് പോയി രാജേട്ടനുണ്ട് ഞാനും കൂടെ. അമ്മ ഇട്ടിട്ടില്ല, അമ്മ കുറച്ച് ഉണ്ടാവും. വേറെ പൊട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വന്നിട്ട് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ ആയിരിക്കും വിചാരിക്കുന്നു. പോയിട്ട് വരാട്ടാ. ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി 9:10 മണിയൊക്കെ എത്തുമ്പോൾ 9:00 ഇല്ലേ, നമ്മൾ ചായ ഉണ്ടാക്കി പുട്ട് ഉണ്ടാക്കി അത് കഴിച്ച്. പിന്നെ ഞാൻ ചോറ് നമ്മളെ റൈസ് കുക്കറിലൊക്കെ ഇറക്കി വെച്ചായിരുന്നു. പിന്നെ ലൈവ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഒരുപാട് കൂട്ടുകാരെ കിട്ടി. അപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞ് മീൻ കറി വെച്ചു. അയില മീനാണ്, അതിൻ്റെ മണ്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പം അങ്ങനെ ചോറും ഉണ്ടാച്ചിട്ടേ വിളമ്പാണ്. വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല. ഇത് കറി വെച്ചു, പിന്നെ വറുത്തു. ഇന്ന് നീ വൈകിട്ട് നല്ല കല്യാണം എടുക്കുന്ന രാജേട്ടൻ്റെ കൂട്ടുകാരൻ്റെ മകൻ്റെ കല്യാണം. മുതലാളി എടുത്താ. അപ്പം വൈകുന്നേരം റിസപ്ഷന് പോണച്ചിട്ടേ അമ്മുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ പോണച്ചിട്ടാണ്. അപ്പം ഇനി വേഗം ചോറും കേട്ടോ. ഞങ്ങളെ ഉച്ചയ്ക്ക് ചോറിലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കിടന്നു കേട്ടോ. കിടന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒന്നിനും സമയം ഉണ്ടായില്ല. വിറകുണ്ടാക്കാമെന്ന് പോയി അപ്പുറത്തൊടിയിൽ. അത് കഴിഞ്ഞിപ്പോഴാ കല്യാണം. ഞാൻ പറഞ്ഞ രാജേട്ടൻ്റെ കൂട്ടുകാരനല്ല മുതലാളിയുടെ അവിടെ കല്യാണമുണ്ട്. അപ്പം അതിന് റിസപ്ഷന് പോയിട്ട് 4 മണി കഴിഞ്ഞു. അപ്പം ഞാൻ എല്ലാവരും കൂടെ പോയി. രാജേട്ടൻ അവിടെ റോഡിലേക്ക് പോയിട്ടുണ്ട്. അപ്പം എന്നാൽ അങ്ങനെ പോട്ടെ, ഞങ്ങൾ അവിടെ വന്നിട്ട് കാണാം കേട്ടോ. ഞാൻ അവരോടെ വീട്ടിലെത്തിയിട്ട് നമ്മൾ ഈ സാധനം അവിടെ നിർത്തപ്പോൾ അവർക്കൊക്കെ വേണ്ട കേട്ടോ. അവിടുന്ന് ഞാനതിങ്ങനെ എടുത്ത് കൈ പിടിച്ച് പോകും. വീട്ടിലെത്തിനോട് ചോദിക്കും, ഞാൻ കൊടുത്തില്ല. കണ്ടാ ഞങ്ങൾ നേരത്തെ എടുത്തോ കഴിച്ച് പോന്നു കേട്ടോ. എന്നുവെച്ചാൽ ഞാൻ എന്താ കഴിച്ചറിയാം, ചാവിടുത്തിട്ട് വരും. ഞാൻ 2 പൊറോട്ട കഴിച്ചു, പിന്നെ ഒരു വെള്ളപ്പം കഴിച്ചു. ചിക്കന് വറുത്തതുണ്ടായിരുന്നു, അതുപോലെ കുറുമ. അമ്മോന് എന്ത് ചെയ്ത് അറിയാം, മറ്റേ ഒരു പത്തിരിയല്ല വെള്ളപ്പം കഴിച്ചു. പിന്നെ ബീഫ് ബിരിയാണി അറിഞ്ഞു. ഞാൻ രാജാനം ബീഫ് കഴിക്കില്ല. ഇപ്പോൾ അമ്മ കഴിച്ചു. പുറത്ത് പോകുമ്പോഴല്ലേ കിട്ടുള്ളൂ. ഇഷ്ടപ്പാനെ കൊടുത്തു. അങ്ങനെ തിരക്ക് വരണേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വേഗം പോകുന്നു. അപ്പോൾ വീട്ടിലെത്തി വേഗം ഞാൻ മുറ്റൊക്കെ നടിക്കട്ടെ. മുറ്റടിക്കണം. ചോറ് വയ്ക്കണില്ല. ഇനിയിപ്പോൾ ആർക്കും ചോറ് വല്ലാണ്ട് വേണ്ടിയില്ല. കുറച്ചുള്ളതുണ്ട്, അത് മതി. അപ്പം ഇനി അടുത്ത പരിപാടികൾ തുടങ്ങട്ടെ. മുറ്റൊക്കെ നടിക്കട്ടെ കേട്ടോ. കുറച്ചെടുത്തേക്കാണെങ്കിൽ മഴ പെയ്താൽ അങ്ങനെയാക്കണില്ലേ. നമ്മളെ അവളുടെ ആ തൊടിയിൽ പോയിട്ട് കിട്ടിയ വിറകാണേ. നിറയെ വിറകുണ്ട് അവിടെ. അത് കാടൊക്കെ വെട്ടിയിട്ടേ. അപ്പോൾ കുറച്ചെടുത്തേക്ക് രാവിലേക്ക് എന്നാൽ അഥവാ രാത്രി എങ്ങാനും മഴ പെയ്താൽ നനയും. അപ്പോൾ നല്ല ഉണങ്ങിയതാ, പാളിപ്പോവും. അപ്പോൾ അത് എടുത്തേക്കട്ടെ. തറവാട്ടിലും പോകണം. തറവാട്ടിലൂടെ പോയിട്ട് വരാച്ചിട്ടേ കുറേ ദിവസമായി പോയിട്ട്. അപ്പോൾ ഇതാണ് എടുത്തേക്കട്ടെ. തറവാട്ടിൽ വന്നാട്ടോ. തറവാട്ടിൽ വെള്ളം എടുക്കാച്ചിട്ട് കുറേ ദിവസമായി വന്നിട്ട്. അപ്പോൾ അഖിലേടെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇതെന്താടി ഇതിൻ്റെ പേര്? കുറച്ചുണ്ട്. അതൊക്കെ ഏരിയ മറ്റേ പ്രദീപൻ്റെ കടയിൽ, ഇളച്ചൻ്റെ കടയിൽ അവരുണ്ടാക്കണ്ട ചിക്കൻ പപ്സ്. ഇതെന്താ സാൻഡ്വിച്ച് ഉണ്ടാവും. അതൊക്കെ അവരവിടുന്ന് കൊണ്ടുവരും. നിറയെ ഉണ്ട്, കഴിക്കാൻ ഇഷ്ടംപോലെ ഉണ്ട്. കല്യാണത്തിന് പോയിട്ട് കുറേ വയറച്ച് കഴിച്ചതാണ്. വേണ്ട അങ്ങനെ അവരെന്നും കൊണ്ടുവിട്ടു. അവരുടെ അവിടെ ബേക്കറിയിൽ അവിടെ ഉണ്ടാക്കണ്ട, സ്വന്തമായിട്ട് അവർ ഉണ്ടാക്കണ്ട.
ചിലപ്പോൾ നമ്മൾ കൊതിക്കും ഇതിനൊക്കെ. പൈസ നല്ല പൈസ ഉണ്ടേ, 20 ഉണ്ട്. പക്ഷെ നമുക്ക് ചിലപ്പോൾ വരണ്ട. അപ്പോൾ വന്നു. റോബിനെ കണ്ടില്ലല്ലോ, കണ്ടാ? റോബി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ കുറച്ചിട്ട് പോകുന്നുള്ളൂ. കല്യാണത്തിന് വിട്ടേ ചോറ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ എന്താ പറയുക, കുറച്ച് കഴിക്കാറുണ്ടേ. ഇവിടെ എവിടെ പോയാലും എന്തൊക്കെയാണെങ്കിലും വീട്ടിലെത്തിയത് പിടിച്ച് ചോറുണ്ടെങ്കിൽ സമാധാനമില്ല. മാസി വന്നിട്ട് നമ്മൾ അപ്പുറത്തെ വിട്ട കുട്ടിയാണ്. അവനെങ്ങനെയാണ് ഇതെന്താ അറിയോ, ഞാൻ ആ കല്യാണം വീട്ടിൽ നിന്ന് കൊണ്ടില്ല മുട്ടായി, മറ്റേ മണിമണി മുട്ടായി അത്. അവനിവിടെ വന്ന ഭയങ്കര വൃത്തി കേട്ടോ. ഞങ്ങളൊക്കെ ഹായ് പറഞ്ഞു. ഞാൻ ഹായ് പറയാം, ഒരു ഹായ് പറഞ്ഞ മാസി ഇല്ലാന്ന്. ആ ഉപ്പച്ചിക്ക് കാണാനാണ്. അവൻ ഉപ്പച്ചിക്ക് ഗൾഫിലാട്ടോ. അടുത്ത മാസമൊക്കെ ആയിട്ട് വരും. 2 കൊല്ലമൊക്കെ ആയി. അവൻ ഈ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് വന്നാർന്ന്. അതൊക്കെ വെച്ചാൽ ഇവിടെ ഇന്നലെ ഇവിടെ വന്നിട്ട് എന്താ വെച്ചിട്ടാ ടൈമാണ് അമ്മട്ട് ചോദിക്കാറുണ്ട്. അത് അവൻ തിന്നു. അവർക്ക് കല്യാണം വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഓഡിറ്റോറിയത്തിൽ നിന്ന് ഞാൻ ഓരോന്ന് എടുത്ത് കൊടുത്തപ്പോൾ ഇതിക്ക് വേണ്ട കേട്ടോ. ജിലേബിയൊക്കെ കൊടുത്തു. അപ്പോഴൊന്നും അമ്മൂന് വേണ്ട. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അത് ആവശ്യമുണ്ട്. അവനെന്ന് ഞങ്ങളിവിടെ ചോറൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷെ ഇന്ന് ചോറ് വേണ്ടായിരുന്നു. അപ്പം ചോറ് വേണ്ടായിരുന്നു. നമ്മുടെ ഉച്ചക്കത്തെ അയിലക്കറിയാണ്. പക്ഷെ എൻ്റെ തല ഞാൻ എടുത്ത് വെച്ചായിരുന്നു. കുറച്ച് കഴിക്കാച്ചു. ഞാൻ അവിടുന്ന് ആ 4 മണി 4:30 നേരത്തല്ലേ കുറേ 2 കുഞ്ഞ് പൊറാട്ട, ഒരു പത്തിരി കഴിക്കും. പത്തിരിയല്ല, എന്താ പറയുക, വെള്ളപ്പം. അപ്പം നീ കിടക്കണം. എന്തായാലും വീട്ടിലൊന്നും ഒരു പിടി കഴിച്ചില്ലേ. എവിടെയെങ്കിലും കല്യാണത്തിന് പോയാൽ കേട്ടോ, എവിടെ പോയാലും നമ്മളെ വീട്ടിലൊന്നും ഒരു പിടി കഴിച്ചില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അതാ കഴിഞ്ഞോ? നമുക്ക് നാളെ പോവാട്ടോ വേറെ കല്യാണത്തിന്. അമ്മേലും അതിനൊക്കെ അവ ഞാൻ ചോറിനിട്ട് കേട്ടോ. തൊപ്പി വെക്കാം. അപ്പൊ നമ്മളെ ചോറിനെല്ലാം കഴിഞ്ഞിട്ടാ. അവരെ ഈ തൊപ്പിയൊക്കെ വെച്ചിട്ടാന്നേ. സമയം 10 മണിയൊക്കെ ആവാറായി. റോഡിലേക്ക് പോകണ്ടെന്ന് വീട്ടിലേക്ക് മുള്ളിൽ കിടക്കാൻ. എവിടെയാ കിടക്കണേ? ഇവിടെ കിടക്കണേ. അപ്പൊ ഉമ്മച്ചിയോ? ഉമ്മച്ചി അവിടെയാ. അവരെ കോടിലാണ് എന്തായാലും പോലെ അങ്ങനെ പിടിച്ചു കൊണ്ടുപോയത്. അപ്പൊ ഞങ്ങൾ ചോറുണ്ടോ. അപ്പൊ കിടക്കട്ടെ. രാവിലെ 4 മണിയൊക്കെ ആവുമ്പോൾ നിൽക്കാനല്ലേ കടലാസാർ. ഇവരപ്പക്ക് വരും, കൊണ്ടുപോകാനാ വരുണ്ടാവും ഉമ്മു. അവയാണ് ഹാളില് പായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടെ കിടക്കാറിട്ടേ. ഇവിടെ കിടക്കുക, അവരെ കിടക്കാത്രേ. അവ ഇവിടെ ഇന്നത്തെ വിശേഷം നിർത്തട്ടെ. കുഞ്ഞു വിശേഷങ്ങളാണ്. പക്ഷെ ഇവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മാസി പറ നിർത്തണം. ഹായ് പറ ഇങ്ങനെ പറ. അയ്യോ വികൃതിന്റെ ആശാനട്ടോ. അവയോട് നിർത്തി. അന്നത്തെ വിശേഷം ബൈ.